കഴിഞ്ഞ ദിവസം ഞാൻ ബംഗാളിലെ ഹിന്ദുക്കൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന കലാപവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മുനമ്പത്ത് 610 കുടുംബത്തെ നിരന്തരം സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് ഞാൻ തുറന്നു പറയാം. ഇനി യൂട്യൂബിലൊക്കെ കോണ്ടന്റുമായിട്ട് വരുന്ന ആൾക്കാർ ഒരു കാരണവശാലും ഇമ്മാതിരി തുറന്നു പറച്ചിൽ സത്യസന്ധതയൊന്നും കാണിക്കാൻ നിൽക്കരുത്. നമുക്കുണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്. നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം പറയാൻ നേരത്തെ ആൾക്കാരുടെ പിന്തുണ വലുതാണ്. നമുക്കൊരു പിന്തുണ കിട്ടിയാലേ നമുക്ക് ഇതുപോലെ വിഷയങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പിന്തുണ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ നൈസായിട്ടങ്ങ് സൈലൻ്റ് ആവും. നമ്മൾ ഈ നാട്ടിലുള്ള ബാക്കിയുള്ള ഈ മതേതരവാദികൾ കാണിക്കുന്ന പോലെ ഒരു കലാപരിപാടിയൊക്കെ കാണിച്ച് നൈസായിട്ട് മുമ്പോട്ട് പോകേണ്ടി വരും. എപ്പോഴും പിന്തുണ ഇല്ലാത്ത ഒരു പരിപാടിക്ക് ആരും നിൽക്കരുത് എന്നൊരു അഭിപ്രായമുണ്ട്. ഇപ്പോൾ എനിക്ക് പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ബംഗാളിലെ ഹിന്ദുക്കൾക്ക് നേരെ നടന്ന അതിക്രമവുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഈ മുനമ്പത്തെ ഈ ക്രിസ്ത്യൻ പള്ളിക്കുള്ളിൽ കുറേ ക്രിസ്ത്യൻസ് ഉൾപ്പെടെ ഹിന്ദുസ് ഉൾപ്പെടെ മുസ്ലിംസ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ അവിടെ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു മുനമ്പത്ത്. അവരുടെ സ്വന്തം ഭൂമിയിൽ അഭയാർത്ഥികളായി പോയ മനുഷ്യരെ പറ്റിയാണ് നമ്മൾ വീഡിയോ ചെയ്തത്. ഇത് വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വിളിപ്പേരുകളെന്ന് വെച്ചാൽ മുന്ന, സംഗി, ചാണകം മുന്ന എന്നുള്ള പേരാണ് വന്നു വീണത്. എന്തിനു വേണ്ടി? ഇവിടെ സത്യമല്ലേ ഞാൻ പറഞ്ഞത്, ഈ വെസ്റ്റ് ബംഗാളിൽ ഈ വഖഫിൻ്റെ ഭേദഗതി നിയമം പാസ്സായതിനു ശേഷം അവിടെ മനുഷ്യന്മാരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പറ്റി ഇവിടെ ഒരു മനുഷ്യനും സംസാരിക്കുന്നില്ല. അതെന്താ അങ്ങനെ? അവിടെയുള്ള മനുഷ്യർ, ഞാനൊരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ അവിടെയുള്ള കുറേ ഹിന്ദുക്കൾ ഇതുപോലൊരു വിഷയം അനുഭവിച്ചിരിക്കാൻ നേരം സ്വാഭാവികമായിട്ട് ഇത് കാണുമ്പോൾ ഞാനൊന്നും എടുത്ത് പറയണ്ടേ. നമ്മളിവിടെ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാർ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയണ്ടേ. അത് പറയേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയല്ലേ. ഇപ്പം ഹിന്ദു എന്ന് മാത്രമല്ല, മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി ആയാലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയാലും, ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫലസ്തീൻ വിഷയം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഹമാസിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല, അതൊക്കെ തീവ്രവാദ ഗ്രൂപ്പാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ ഫലസ്തീനിലെ സാധാരണക്കാരെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 7 അവിടുത്തെ ഇസ്രായേലിലെ സാധാരണക്കാരെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇരകളാണ്, സാധാരണക്കാരനാണ്. അതുപോലെ മധ്യപ്രദേശിൽ ഒരു പള്ളിയിൽ അച്ഛനെ ആക്രമിച്ച തീവ്ര ഹിന്ദു വിഭാഗത്തെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. മണിപ്പൂർ വിഷയത്തിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത മുന്നാവിളികളാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളെയൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരെയൊക്കെ വളരെ പെട്ടെന്ന് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. കാരണം ഈ ബംഗാളിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് സംസാരിച്ചു എന്നുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ ആൾക്കാർ എന്തെന്നറിയോ, ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില സത്യങ്ങളോടൊപ്പം നിൽക്കാത്ത പിന്തുണ കിട്ടത്തില്ല എന്നുള്ളതാണ്. ഒരു വിഭാഗത്തിൽപ്പെടുന്ന ചില മനുഷ്യരുണ്ട്, ഇവരുടെയൊക്കെ ഒരു പിന്തുണ വളരെ വലുതാണ്. കൂട്ടമായി പിന്തുണ ചെയ്യും, ബാക്കിയുള്ള ആൾക്കാർ ജസ്റ്റ് കണ്ടിട്ട് അതങ്ങ് വിട്ടുപോകത്തുള്ളൂ. അവർ പേജ് ഫോളോ ചെയ്യുകയോ ജസ്റ്റ് ഒരു കമൻറ്റ് പോലും ചെയ്യുകയില്ല. ഞാനിപ്പോഴും സത്യസന്ധമായിട്ടാണ് പറയുന്നത്. പക്ഷേ പേരുകളാണ് നമുക്ക് വീണുകൊണ്ടിരിക്കുന്നത്. മുന്നാൾ പേരുകൾ, സംഗി, ചാണകം എന്നാണൊക്കെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വെസ്റ്റ് ബംഗാളിൽ ആലോചിച്ച് നോക്കിയേ, ഈ വഖഫ് ഭേദഗതി ബില്ല് പാസ്സായി. അതിനുശേഷം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർ കൂട്ടമായിട്ട് ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ തെരുവിലിറങ്ങുന്നു. അവർ തെരുവിൽ പ്രതിഷേധിക്കുക മാത്രമല്ല ചെയ്തത്, ഈ പാവം ഹിന്ദുക്കളുടെ വീട് കത്തിക്കുന്നു, അവരെ ആക്രമിക്കുന്നു, അവിടുത്തെ കുട്ടികൾക്ക് നേരെ, സ്ത്രീകൾക്ക് നേരെ. എന്നാൽ ദേശീയ വനിതാ കമ്മീഷൻ അവിടെ ഒരു തെളിവെടുപ്പിന് പോയിട്ടുണ്ടായി. ഇതിൻ്റെ വിഷ്വൽസൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. അവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഹൃദയം പൊട്ടുന്ന രീതിയിലുള്ള അവസ്ഥ. പാവം സ്ത്രീകളൊക്കെ കിടന്ന് കരയാണ്. അവരവരുടെ വീട്ടിൽ സ്വസ്ഥമായി ജീവിച്ചവർ ഒറ്റ രാത്രി കൊണ്ട് അഭയാർത്ഥിയായപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ഫലസ്തീനെ വേണ്ടിയൊക്കെ പറയും. നമ്മൾ ഡയറക്റ്റ് നമ്മളോട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ള സ്ഥലമാണ് ഫലസ്തീൻ? അല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ രണ്ടാംകിട പൗരന്മാർ മാത്രമായിട്ടുള്ള ഒരു നാടാണ് ഫലസ്തീൻ എന്ന് പറയുന്നത്. അവിടെ കുറച്ച് മനുഷ്യർക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ ഇവിടെ ബഹളം വെക്കുന്നു, പ്രകടനം നടക്കുന്നു, ഐക്യദാർഢ്യ റാലി നടക്കുന്നു. പക്ഷേ നമ്മുടെ സ്വന്തം രാജ്യത്ത് നമ്മുടെ സഹപൗരന്മാരായിട്ടുള്ള മനുഷ്യന്മാർ ആ വെസ്റ്റ് ബംഗാളിൽ ഒറ്റ രാത്രി കൊണ്ട് അഭയാർത്ഥികളായി പോവാം. ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. എന്താ അങ്ങനെ? അത് ഇരട്ടത്താപ്പല്ലേ? നമ്മുടെ നാട്ടിലെ എത്ര രാഷ്ട്രീയക്കാർ ഈ വിഷയത്തെപ്പറ്റി പ്രതികരിക്കുന്നു? നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ ഫലസ്തീന് വേണ്ടി തെരുവിൽ ഐക്യദാർഢ്യ സമ്മേളനം നടത്തിയിട്ടുണ്ടല്ലോ. 2 സഖാക്കന്മാരാണ് ഇതേ വെസ്റ്റ് ബംഗാളിൽ ഈ കലാപത്തിൽ മരണപ്പെട്ടു പോയത്. കേരളത്തിലെ ദേശീയ അധ്യക്ഷനാണല്ലോ ഡിവൈഎഫ്ഐയുടെ റഹീം. മിണ്ടുന്നില്ല. മുഖ്യമന്ത്രി, അവരുടെ ഒരേ ഒരു മുഖ്യമന്ത്രിയാണ്. അവർ 35 വർഷം ഭരിച്ചൊരു സംസ്ഥാനത്ത് അവിടെ കലാപം ഉണ്ടായിട്ട് അവിടെ 2 സഖാക്കന്മാർ ഭരിച്ചിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അറിയുന്നില്ല, മിണ്ടുന്നില്ല. ഇതെന്തൊരു ഇരട്ടത്തപ്പാണ്? ഇതൊക്കെ ഞാൻ ചോദ്യം ചെയ്യുന്നത്. ഈ ചോദ്യം ചെയ്യാൻ നേരത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആൾക്കാരെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവർ കൂട്ടമായി നമ്മളെ ഒഴിവാക്കി പോവാണ്. കൂട്ടമായി നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മുന്ന വിളിക്കുകയാണ്. ഇപ്പം മുന്ന എന്ന് വിളിക്കുന്ന ആൾക്കാർ ഇതൊരു എമ്പുരാൻ സിനിമയിലെ ഒരു താൽക്കാലിക കഥാപാത്രമാണ്. ഇപ്പം തിരിച്ച് ഈ മുംബൈ തൊട്ട് അജ്മൽ എന്നുള്ള പേര് നമുക്കറിയാം. ആരാണ് അജ്മൽ കസബ്? അതുപോലെ തന്നെ താലിബാനിൽ ആരാണ് ഭരിക്കുന്നത് അറിയാം. വേൾഡ് ട്രേഡ് സെൻറ്ററിന് എന്ത് പറ്റിയെന്നറിയാം. ഈ പേരൊക്കെ തിരിച്ച് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താകും അവസ്ഥ? ഞാൻ സത്യമല്ലാതൊന്നും പറഞ്ഞിട്ടില്ല. വെസ്റ്റ് ബംഗാളിൽ നടന്നത് സത്യത്തെയാണ് ഞാൻ പറഞ്ഞത്. ആ സത്യം പറയാൻ നേരിട്ട് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ മുന്നേ വിളിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് എത്ര ആലോചിച്ച് മനസ്സിലാവുന്നത്. സത്യമല്ലേ പറഞ്ഞത്?
നമ്മളെപ്പോഴും ഇരകളോടൊപ്പമല്ല നിൽക്കേണ്ടത്. നിങ്ങൾ ഫലസ്തീനാണെന്നുണ്ടെങ്കിലും മണിപ്പൂരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മധ്യപ്രദേശിലാണെന്നുണ്ടെങ്കിലും എല്ലാ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇരകളോടൊപ്പമല്ലേ നിൽക്കുന്നത്. ഇവിടെ ഞാൻ ഇരയോടൊപ്പം നിൽക്കുമ്പോൾ, മുനമ്പത്തി തന്നെ ഇരയോടൊപ്പം നിൽക്കുമ്പോൾ ഇവിടെ ചില ആൾക്കാർ മുന്നേ വിളിയായിട്ട് വരുന്നത് അത് അത്ര നിഷ്കളങ്കമല്ല. ആ വിളി അത്ര നിഷ്കളങ്കമല്ല. ആ വിളി എന്ന് പറയുന്നത് നമ്മൾ ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേവും സംഖ്യവും. അത് ഈ വിഷയത്തിൽ വെസ്റ്റ് ബംഗാളിൽ ഹിന്ദുക്കൾക്ക് നേരെ അതിക്രമം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം സംഖ്യയാവുന്നത് എങ്ങനെയാണ്? നിങ്ങളും അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടവരല്ലേ, നിങ്ങളും അതിനെ തള്ളിപ്പറയേണ്ടവരല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ തള്ളിപ്പറയാത്തത്? അത് പറയാൻ ഇത് വെസ്റ്റ് ബംഗാൾ ഇഷ്യൂ പറയാൻ നിങ്ങൾ എന്താ ചെയ്യുന്നത്? എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്നിട്ട് മുന്നാന്നാണ് വിളിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനോടൊന്നും ഞാൻ ഈ ഒരു വിഷയം പറയത്തില്ല. ഈ വെസ്റ്റ് ബംഗാൾ പോലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ മുനമ്പം പോലെ വിഷയങ്ങൾ എടുത്ത് സംസാരിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം എപ്പോഴും നമ്മുടെ സൊസൈറ്റി, കേരളം പോലെയൊരു നാട്ടിൽ ചില വിഷയങ്ങൾ പ്രതികരിച്ചാലേ നമുക്ക് വലിയ പിന്തുണ കിട്ടത്തുള്ളൂ. ചില വിഷയങ്ങൾ സത്യസന്ധമായി പ്രതികരിച്ചാൽ പോലും പിന്തുണ കിട്ടത്തില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ എൻ്റെ പേജിൽ കയറി നോക്കിയാൽ മനസ്സിലാവും എന്താണ് പേജിൻ്റെ അവസ്ഥയെന്ന്. ആ പേജിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയമൊക്കെ ആൾക്കാർ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പേജിൽ ലാസ്റ്റ് കിടക്കുന്ന വീഡിയോ കയറി നോക്കുക. എന്താണ് വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നതെന്ന് മനസ്സിലാണെന്നുണ്ടെങ്കിൽ വലിയ പിന്തുണ ചില ആൾക്കാർക്ക് കിട്ടുന്നത് ഫലസ്തീനെ പറ്റി പറയുമ്പോഴാണ്. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന, നമ്മുടെ രാജ്യത്ത് കിടക്കുന്ന ബംഗാളിൽ കുറച്ച് മനുഷ്യരെ പറ്റി പറയുന്നത് നമുക്കാർക്കും പിന്തുണയില്ല. ആരും പേജ് സപ്പോർട്ട് ചെയ്യില്ല, ആരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് പോലും ചെയ്യില്ല. അല്ലെങ്കിൽ മുനമ്പത്തെ മനുഷ്യനെ പറ്റി 600 കുടുംബം, നമ്മൾ ആലോചിച്ച് നോക്കി ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരെല്ലാം എന്തെല്ലാം രീതിയിലാണ് ആ മനുഷ്യനെ പറ്റിച്ചത്. ഈ വഖഫ് ഭേദഗതി ബില്ലിനെ പറ്റിയൊക്കെ ഇപ്പോൾ എന്തൊക്കെ കള്ളത്തരാണ് അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയാം, വഖഫ് ഭേദഗതി ബില്ല് വന്നില്ലായിരുന്നെങ്കിൽ പാവങ്ങൾ തെരുവിൽ കിടക്കേണ്ടി വന്നേനെ. ഇപ്പം നമ്മുടെ നിയമസഭയ്ക്കല്ലേ മുസ്ലിം ലീഗിൻ്റെയും നിലവിൽ LDFിൻ്റെയും മന്ത്രി പറഞ്ഞ എന്താണ്, അത് വഖഫിൻ്റെ സ്ഥലമാണ്, തിരിച്ചു പിടിക്കും, താൽക്കാലികമായിട്ടാണ് അവർക്ക് കരമടയ്ക്കാനുള്ള സാധ്യത കൊടുത്തിരിക്കുന്നത് എന്നല്ലേ അത് നിയമസഭയ്ക്കുള്ളിലാണല്ലേ പറഞ്ഞത്. ഇത് നമ്മൾ തുറന്നു കാണിക്കാൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഈ പറയുന്നത് സത്യമാണെന്ന് തോന്നുന്ന എത്ര പേര് നമ്മുടെ ചാനലൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ട്? നിങ്ങളിൽ എത്ര പേര് ജസ്റ്റ് അതിനൊന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുപോലൊരു വീഡിയോ തന്നിരുത് നിങ്ങൾ ജസ്റ്റ് ഒരു 5 or 6 കമൻറ്റ് ഇടുക. എന്നാൽ ഇതൊക്കെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തത്തുള്ളൂ. ഇനി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെന്തുകൊണ്ടാണ് ആൾക്കാർ നമ്മുടെ നാട്ടിൽ മതേതരത്വം കളിക്കുന്നത്? ഫേക്ക് ആയിട്ടുള്ള മതേതരത്വം, നമ്മുടെ നാട്ടിലുള്ള ഫേക്ക് മതേതരത്വമാണ്. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ മതേതരത്വം എന്ന് പറയുന്ന ഫേക്കാണ്. പലതരത്തിലും ഫേക്ക് പരിപാടിയുണ്ട്. ഈ രാഷ്ട്രീയക്കാരാണെന്നുണ്ടെങ്കിലും പ്രീണന രാഷ്ട്രീയം ഒരു മഹാഭൂരിപക്ഷ സംഭവമാണ്. അത് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും. ഇതിനപ്പുറത്തേക്ക് മനുഷ്യത്വമാണ് വേണ്ടത്. ഈ മതേതരത്വം ഓവർലോഡ് ചെയ്തിട്ടുള്ള കലാപരിപാടിയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലത് വിഴുങ്ങുക, ചിലത് കാണുക, ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളും കാണേണ്ടതായിട്ടുണ്ട്, അവിടുത്തെ ഹിന്ദുക്കളെയും കാണേണ്ടതായിട്ടുണ്ട്. പാവം ഹിന്ദുക്കളായിട്ട് ഇപ്പോൾ ഭൂരിപക്ഷമാണെന്ന് പറഞ്ഞാൽ അവർ അനുഭവിക്കേണ്ടവരാണോ? അല്ല, ഭൂരിപക്ഷമാണെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷമാണ്. അതിന് വിഷയമാണ്. അവർ അഭയാർത്ഥികളായി പോവുകയാണ്. നമ്മൾ പാലസ്തീൻ അഭയാർത്ഥികളെ പറ്റി പറയുന്നത് എന്തുകൊണ്ടാണ് മുനമ്പത്തെ അഭയാർത്ഥികളായ 600 കുടുംബത്തെ പറ്റി പറയാത്തത്? എന്തുകൊണ്ടാണ് വെസ്റ്റ് ബംഗാളിൽ ഒറ്റ രാത്രിയിലുണ്ട് അഭയാർത്ഥികളായിട്ടുള്ള ഹിന്ദുക്കളെ പറ്റി പറയാത്തത്? ഇത് തെറ്റാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ എത്ര ഫോളോവേഴ്സ് നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയാലും സത്യമായിട്ട് പറയുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അത് പിന്തുണയ്ക്കുന്ന ഒരു കാലം ഇന്നലേക്ക് നാളെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കാണുന്നവരെങ്കിലും ജസ്റ്റ് ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മനസ്സിലായില്ലേ? ഈ വെസ്റ്റ് ബംഗാളിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ആവുകയാണ്. തിരിച്ച് നമ്മൾ പലതും വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമുണ്ടാവും. മനസ്സിലായില്ലേ?